മലബാറിൻ്റെ തെരുവോരങ്ങളെല്ലാം തന്നെ ആഘോഷഭരിതമായി മാറിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, കുട്ടികളെല്ലാം വലിയ ആഘോഷത്തിൽ ദഫുമായി വരുന്നു, വലിയ നബിദിന റാലികളൊക്കെ സംഘടിപ്പിക്കുന്നു. ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂർ വൈരങ്കോട് പ്രദേശത്താണ്. വിപുലമായ ആഘോഷമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വലിയ ആഘോഷമാണ്. തീർച്ചയായിട്ടും മുഹമ്മദ് നബിയുടെ 1501 മീലാദാണ് ഇത്. എല്ലാ വർഷവും നല്ല ഉഷാറായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് തിരൂർ അല്ലൂർ ഹയാത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിലാണ്. എല്ലാ വർഷത്തെ ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് മോശമാണ്, എന്നാലും പരിപാടിക്ക് ഒരു കോട്ടം തട്ടാത്ത രീതിയിൽ നല്ല ഉഷാറൊക്കെ വളരെ ഉഷാറാണ്. തീർച്ചയായിട്ടും മഴ ഒന്നും വകവെക്കാതെ നല്ല ഉഷാറായിട്ട് പരിപാടി പോകുന്നുണ്ട്. ഉഷാറാണ് കാര്യം. തീർച്ചയായിട്ടും ഭയങ്കര ഉഷാറാണ്. എന്തൊക്കെയാ പരിപാടികൾ? ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. പള്ളിയിൽ മൗലൂദോട് കൂടിയിട്ട് പുലർച്ചെ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കുട്ടികളുടെ റാലി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ ഭക്ഷണ വിതരണമുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ട് 7 മണി മുതൽ കുട്ടികളുടെ കലാപരിപാടികൾ, ദഫ് കാര്യങ്ങൾ സ്റ്റേജിൽ. അതെ, എന്തായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. തീർച്ചയായിട്ടും എല്ലാ വർഷവും ഉഷാറായിട്ടാണ് നടത്താറുള്ളത്. ഇപ്രാവശ്യം അതിൽ വലിയ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുമ്പോഴേ ഈ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ചെറിയ കുട്ടികളൊക്കെ അതൊന്നും വകവയ്ക്കാതെ സന്തോഷിച്ച് കളിച്ച് രസിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഈ ഒരു മഴ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ കുട്ടികൾക്കില്ല. എല്ലാവരും മഴ കൊണ്ടിട്ട് ആരും കുടൊന്നും ഉപയോഗിക്കാത്ത പ്രയാസമാവുന്നില്ല. തീർച്ചയായിട്ടും മഴ ഒന്നും പ്രയാസമില്ല. അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, പക്ഷേ അതൊന്നും വകവയ്ക്കാതെ രക്ഷിതാക്കളുടെ കൈ പിടിച്ചുകൊണ്ട് ചെറിയ കുട്ടികൾ ഇങ്ങനെ ഘോഷയാത്രയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആഘോഷങ്ങൾ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഉത്രാട ദിനം കൂടിയാണ്. ഉത്രാടവും നബിദിനവും ഒരേ തട്ടിൽ വന്നതോടെ ആഘോഷം ഇരട്ടിയായി എന്നുള്ളതാണ്. എങ്ങനെ ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയാ? വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഞങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് ഇതിനു വേണ്ടി പ്രത്യേകം വരുന്നതാണ്. മലബാറിലൊരു പ്രത്യേക കാഴ്ചയാണ് തിരുനബിയുടെ ജന്മദിവസം കൊണ്ടാടൽ ഞങ്ങൾക്കൊക്കെ വലിയ ആവേശമാണ്. അത് ഏത് രാജ്യത്ത് പോയാലും തിരിച്ച് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങളൊക്കെ വന്നതാണ്. ഇപ്പോൾ ഇത് ആഘോഷിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഒരു സൗഹൃദ കാഴ്ച അല്ല, തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ കേരളത്തിലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതൊരു സൗഹൃദ വലിയ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് സന്ദേശമാണ്. ഞങ്ങൾക്കൊക്കെ ഇവിടുന്ന് മറ്റ് മതസ്ഥരെല്ലാം ഞങ്ങൾക്ക് സ്വീകരണം നൽകുന്നുണ്ട്. പോണ വഴിയിലെല്ലാം ഭക്ഷണങ്ങളും പാനീയങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അവരൊക്കെ ഞങ്ങൾ കാലങ്ങളായിട്ടുള്ള ഒരു സൗഹൃദ കൂട്ടാണ്. ഇത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. അതായത് പല മതസ്ഥരായിക്കോട്ടെ, ഈ നബിദിനം കടന്നു പോകുന്ന ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ അവർക്ക് മധുരമായി, അവർക്ക് മറ്റ് പായസമായൊക്കെ ഒരുക്കി നിൽക്കുന്നത് ഇതര മതസ്ഥരാണ്. അതിൻ്റെ ഒരു സൗഹൃദ കാഴ്ച കൂടിയാണ് നമുക്ക് ഈ നബിദിനത്തിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആഘോഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇങ്ങനെ ഇന്നും നാളെയൊക്കെ നബിദിനവുമായി ബന്ധപ്പെട്ട വിവിധ ആഘോഷ പരിപാടികൾ മദ്രസകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്.